കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട സഹവിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ നിന്നും ഒരു ഭാഗം ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നു. കൃപയുടെ വാതിൽ. യോഹന്നാന സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഞാൻ വാതിലാകുന്നു. കർത്താവ് പറയുന്നത് ഞാൻ വാതിലാകുന്നു, ഞാൻ വാതിലാകുന്നു. കർത്താവ് ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസനെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കർത്താവിനെക്കുറിച്ച് പല ഭാഗങ്ങളിലും കർത്താവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ദാസനായ യാക്കോബ് തൻ്റെ ലാബാൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് തൻ്റെ യാത്രയിൽ തൻ്റെ അപ്പനെയും സഹോദരങ്ങളെയും എല്ലാം വഞ്ചിച്ച് യാത്രയ്ക്ക് പോകുമ്പോൾ ബഥേൽ എന്ന സ്ഥലത്ത് അവിടെ എത്തി ആ രാത്രിയിൽ കിടന്നുറങ്ങിയ സമയത്ത് ഒരു സ്വപ്നം കാണുകയും ഒരു ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയരത്തിലുള്ള ഒരു ഏണി കാണുകയും ആ ഏണിയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഉയരത്തുന്നുണ്ട് യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസാഖിൻ്റെയും ദൈവമാണെന്ന് പറയുന്നത് കണ്ടിട്ട് ആ ഏണി കർത്താവായ യേശു ക്രിസ്തു, ആ ഏണി ക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്. അതുതന്നെ മോശ പാറയടിക്കുമ്പോൾ പാറയിൽ നിന്ന് വെള്ളം വന്നപ്പോൾ ആ പാറ ക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്. മാറായിൽ വെച്ച് കഴിക്കുന്ന വെള്ളം കിട്ടിക്കഴിഞ്ഞ വെള്ളമാണെന്ന് കഴിഞ്ഞപ്പോൾ അതിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു വൃക്ഷത്തിൻ്റെ ശിഖരം കാണിച്ചു കൊടുത്ത് അത് നീ വെള്ളത്തിലിടാൻ പറഞ്ഞു. ആ വൃക്ഷം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പല രീതിയിൽ കർത്താവ് പരിശുദ്ധമായ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധമായ പുസ്തകത്തിൽ പറയുന്നതിൻ്റെ വാക്കുകളുണ്ട്. ന്യായപ്രമാണം വരാനിരിക്കുന്ന നന്മകളുടെ നിഴലാണ്. അത് കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അങ്ങനെ അനാച്ഛാദനം ചെയ്യാതെയുള്ള പ്രദർശനം നിങ്ങൾ പരിശുദ്ധ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ വാതിലാണ്. എന്തിൻ്റെ വാതിലാണെന്നാണ് കർത്താവ് പറയുന്നത്? ഞാൻ കൃപയുടെ വാതിലാണ്. കർത്താവ് കൃപയുടെ വാതിലാണ്. യോഹന്നാൻ്റെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ 7 സഭകളുടെ 6ാമത്തെ സഭയാണ് ഫിലോദൽഫിയ സഭയ്ക്ക് പറയുന്നത് എന്താണ്? സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. അവൻ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ സാധിക്കില്ല. അവൻ അടച്ചു കഴിഞ്ഞാൽ ആർക്കും അത് തുറക്കാൻ സാധിക്കില്ല. അവൻ തന്നെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം. നമുക്കറിയാമല്ലോ, യോനയുടെ നോക്കയുടെ പെട്ടകം അടച്ചത് നമ്മുടെ കർത്താവായ യഹോവയ ദൈവമാണ് അത് അടച്ചത്. അത് തുറന്നതും അവൻ തന്നെയാണ്. അവൻ അടച്ചു കഴിഞ്ഞപ്പോൾ തുറക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, ഞാൻ കൃപയുടെ വാതിലാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞത്, ഞാൻ കൃപയുടെ വാതിലാകുന്നു. ആർക്കും അവൻ അടയ്ക്കും, അതിൽ തുറക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം ചെയ്യുന്നത്, ഞാൻ വാതിലാകുന്നു, അതിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ നമുക്കറിയാം. ഈ വാതിലിനെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് മഹാരാഷ്ട്ര തലസ്ഥാനമായ ബോംബെയിൽ ഒരു ഗേറ്റ് ഉണ്ട്, ഇന്ത്യ ഗേറ്റ്. അതായത് അപ്പോളോ ബെൻഡറിന് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന ഒരു ഗേറ്റാണ് ഇന്ത്യ ഗേറ്റ്. അതായത് 26 മീറ്റർ ഹൈറ്റ്, 26 മീറ്റർ ഹൈറ്റാണ്. അതായത് 85 ഫീറ്റ് ഹൈറ്റ്. 85 ഫീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 9 നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റുള്ള ഒരു വാതിൽ, ഒരു ഗേറ്റാണത്. ഏതാണ്ട് 9 നില കെട്ടിടത്തിലുള്ള ഒരു ഗേറ്റാണത്. അതായത് ഇംഗ്ലീഷുകാരനായ ജോർജ് വിക്ടറ്റ് എന്ന ഒരു ആർക്കിടെക്റ്റാണ് അതിനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാരനായ ഗിമോൺ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ്റെ നേതൃത്വത്തിലാണ് അത് പണിയത്. അതായത് 1911 പണി തുടങ്ങി 1924 അത് അവസാനിപ്പിച്ചത്. അത് പറയുന്നത് കമ്മമറേറ്റ് ദ വിസിറ്റ് ഓഫ് കിങ് ജോർജ് ആൻഡ് ക്വീൻ മേരി. അവരുടെ വരവിൻ്റെ മെമ്മോറിയലായിട്ടാണ് അത് ആ കെട്ടിടം, ആ വാതിൽ, ആ ഇന്ത്യ ഗേറ്റ് പണിഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്.
പക്ഷേ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ലോകത്തിൽ ഇങ്ങനെ ഒരു ഗേറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ഗേറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. അത്രമാത്രം പ്രധാനമുള്ളത്. പക്ഷേ ഈ ഗേറ്റിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ ഗേറ്റിന് വാതിലില്ല. അതിലൂടെ ആർക്കും കിടക്കാം. പട്ടിക്കും പൂച്ചയ്ക്കും പശുവിനും എരുമയ്ക്കും ഉഗ്രവാദിക്കും മിതവാദിക്കും എല്ലാം കടന്നു പോകാവുന്ന ഒരു വാതിലാണ്. അതിന് വാതിലില്ല. അതാണ് ആ വാതിലിൻ്റെ പ്രത്യേകത. എന്നാൽ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ കൃപയുടെ വാതിൽ അവൻ അടയ്ക്കും, അവൻ തുറക്കും. അവൻ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തുറക്കാൻ സാധിക്കത്തില്ല. അവൻ തുറന്നു കഴിഞ്ഞാൽ അത് ആർക്കും അടയ്ക്കാനും സാധിക്കത്തില്ല. കാരണം ഞാൻ വാതിലാകുന്നു കർത്താവ് പറഞ്ഞല്ലോ. ഈ കൃപയുടെ വാതിലിലേക്ക് കൃപയുടെ വാതിലിലേക്ക് പ്രവേശിക്കുകയോ പ്രവേശിക്കാതിരിക്കുകയോ ചെയ്ത 3 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കൃപയുടെ വാതിലിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചവർ ഒരു കൂട്ടർ. അപ്പോൾ അവരെ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. കൃപയിലേക്കുള്ള വാതിൽ പ്രവേശിക്കാൻ നിരസിച്ചവർ, ഞങ്ങൾക്ക് വേണ്ട ഈ കൃപയിലേക്കുള്ള വാതിൽ ഞങ്ങൾ പ്രവേശിക്കുന്നില്ല എന്ന് കൂട്ടി ഒരു കൂട്ടം ആൾക്കാർ. പിന്നെ കൃപയിലേക്കുള്ള വാതിൽ കൈവിട്ടുപോയവർ. ഇത് 3 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃപയിലേക്കുള്ള വാതിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടവർ, കൃപയിലേക്കുള്ള പ്രവേശനം നിസ്സാരമാക്കിയവർ, കൃപയിലേക്കുള്ളത് പ്രവേശനം കൈവിട്ടുപോയവർ. ഇങ്ങനെ 3 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്കൊന്ന് പങ്കുവെച്ച് നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ദൈവത്തിൻ്റെ ബ്രൈഡ്, ദൈവത്തിൻ്റെ കന്യകമാരാണ്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം. അവർക്ക് വാതിലടയ്ക്കപ്പെട്ടു. അവരവിടെ നിന്ന് പറയാൻ നമുക്ക് നോക്കാം. കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ. അകത്തുനിന്ന് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. പുറത്തു നിന്നുകൊണ്ട് ഒരുപക്ഷെ അവർ പറഞ്ഞു കാണും, കർത്താവേ ഞങ്ങളെ എന്തുകൊണ്ടാണ് കർത്താവേ നീ അറിയാത്തത്? ഞങ്ങൾ പള്ളിയിൽ മുഖ്യ സ്ഥാനം അലങ്കരിക്കുന്നു. പള്ളിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സമയാസമയത്തിന് പള്ളിക്ക് വേണ്ട പതാരവും അതിൻ്റെ മാസവരികളും എന്ന് വേണ്ട പള്ളിക്ക് വേണ്ട എല്ലാ കാര്യം, പള്ളിയുടെ ഏതൊരു കാര്യങ്ങളും എന്നിട്ട് ഞങ്ങൾ മുൻപന്പിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ വന്നില്ല. പിന്നെയും കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന്, സത്യമായി നിങ്ങളെന്ന് അറിയുന്നില്ലെന്ന് അവർ പറയുന്നത് എന്താണ്? അപ്പോൾ ഒരുപക്ഷെ കർത്താവ് അകത്ത് നിന്ന് പറഞ്ഞുണ്ടാകാം, ഞാൻ ദാഹിച്ചു വന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ വിശന്നും വലഞ്ഞു വന്നു, വിശിഷ്ടമായ ഭക്ഷണം ധാരാളം ഉണ്ടായിട്ടും ഒരല്പം നീ എനിക്ക് തന്നില്ല. ഞാൻ നഗ്നനായി മുറിവേറ്റവനായി വന്നു, നിങ്ങൾ എന്നെ കണ്ടില്ലെന്ന് നടിച്ചു. കർത്താവ് ഒരു നിമിഷം അവർ നിന്നു. കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ധാരാളം സംഭവിച്ചിട്ടുണ്ട്. അവരകത്ത് നിന്ന് ഓർക്കുകയാണ്, ധാരാളം സംഭവിച്ചിട്ടുണ്ടായിരുന്നവല്ല. പള്ളിക്കാർക്കും പ്രമാണികൾക്കും പള്ളിയിലെ ആൾക്കാർക്കും വേണ്ടി വിശുദ്ധമായ ആഹാരങ്ങളും ശ്രേഷ്ഠമായ ആഹാരങ്ങളും ഒരുക്കി നിർത്തിയിട്ട് പലപ്പോഴും ഉണ്ടാക്കി നിന്നിട്ട് അവിടെയൊക്കെ ഒരു പാവപ്പെട്ട മനുഷ്യരും സ്ത്രീയും ഒക്കെ വന്നവൻ അവർക്കൊന്നും ഞാൻ ആഹാരം കൊടുത്തിട്ട് അവരൊക്കെ നിങ്ങൾ ഇപ്പം നിൽക്കല്ലേ, ഇപ്പം നിങ്ങൾ പൊക്കോളൂ, ഇപ്പം പൊക്കോളൂ, 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. ഇങ്ങനെ അടിച്ചു പിടിച്ചിട്ട് എത്രയോ സന്ദർഭങ്ങളുണ്ട്, എത്രയോ സമയങ്ങളിൽ നഗ്നരായും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഉടുക്കാനൊരു മനസ്സ് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ, ഉടുക്കാൻ അങ്ങനെ ഒരു മനസ്സ് തന്നിട്ടില്ല. അപ്പോൾ കർത്താവ് അവരോട് ഉറക്കുന്നതാണ്, ഇവർ 2 കൂട്ടരും അകത്ത് കയറി അവരുടെ പ്രത്യേകത അവരെല്ലാം ചെയ്തവരെന്നല്ലേ അകത്ത് കയറിയിരിക്കുന്നവരെല്ലാം. കർത്താവ് എപ്പോഴാണ് അകത്ത് കയറിയിരിക്കുന്ന അവർ ചെയ്ത പ്രവൃത്തി എന്താണ്? ഇതുപോലുള്ള വിരുന്നുകളും സദ്യകളൊക്കെ അവരും ഒരുക്കിയതാണ്. അപ്പോൾ അവരെല്ലാം ചെയ്തതന്നെ. ഇങ്ങനെ ഒരു വ്യക്തി വന്നപ്പോൾ അവരുടെ ദരിദ്രമായ മുഖത്ത്, അവരുടെ വയറും ദയനീയ അവസ്ഥയും കണ്ടിട്ട് അവരെ പറഞ്ഞയക്കാൻ തോന്നാതെ ഭക്ഷണത്തിൻ്റെ ആഹാരം എടുത്ത് അവർക്കും പങ്കുവെക്കുന്നതായിട്ട് അവർക്കും പങ്കുവെച്ചു. അതാണ് ദൈവത്തിനടുത്തേക്ക് വന്ന് കൃപയില്ലാത്ത ന്യായവിധി ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായവന് കൃപ. അവൻ്റെ ഹൃദയത്തിലൊരു സ്നേഹം, ഒരു സന്തോഷം, മറ്റുള്ളവർ കൊടുക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഒന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടി അതായത് ഒരു കൂട്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ആ കൃപയുടെ വാതിലേക്ക് അവർക്ക് നിഷേധിക്കപ്പെട്ടത് കൃപയില്ലാത്ത. ഞാനിപ്പോഴും ഞാൻ ശ്രേഷ്ഠനാണെന്നോ ഉത്തമനായിട്ടൊന്നോ മഹിമയുള്ളവനായിട്ടൊന്നോ ഒന്നുമില്ല ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ഈ ഭക്ഷണ പതികളൊക്കെ കൊടുക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു.
ഈ പാവപ്പെട്ടവർക്ക് അതൊന്നും കൊടുക്കുകയല്ല. ഒരു ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഈ ആഹാരമില്ലാത്ത ഭക്ഷണം ഈ കൃഷി യാചിക്കുന്നവർക്ക് കുറച്ച് ഭക്ഷണപ്പതികൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ 10-20 പേർക്കും 10-15 പേർക്കൊക്കെ ഭക്ഷണപ്പതികൾ ഇങ്ങനെ കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടിരിക്കുന്നു. ഒരു ദിവസം എനിക്കൊരു വലിയൊരു അത്ഭുതം ഒരു സാഹചര്യം ഉണ്ടായി. ഭക്ഷണപ്പതികളെല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം ഒരു 2 പാക്കറ്റ് വന്നപ്പോൾ അടുത്തുള്ള ഒരു വിജനമായ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ അങ്ങനെ ആരെങ്കിലും കാണുമല്ലോ ഒന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അവർ 1-2 പേരുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണപ്പൊതി കൊടുത്ത് ഞാൻ തിരിച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ അതും ചുട്ടുപൊടുത്ത അന്നത്തെ ഏപ്രിൽ മെയ് മാസത്തെ ആ ചുട്ടുപഴുത്ത വെയിലത്ത് ഇങ്ങനെ ഓടി വന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, ആഹാരം കഴിക്കുമോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു ആഹാരം. ഞാൻ ആഹാരത്തിന് ആ മനുഷ്യന് ഒരു പൊതി കൊടുത്തു, ഒരു പൊതിയും ഒരു വെള്ള പാക്കറ്റും കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യൻ ചോദിച്ചു, ഒരെണ്ണം കൂടെ തരുമോയെന്ന് ചോദിച്ചു. ഒരെണ്ണം ആ മനുഷ്യന് ഞാൻ ഒരെണ്ണം കൂടെ കൊടുത്തു. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇനി ഒരെണ്ണം തരട്ടെ. അദ്ദേഹം പറഞ്ഞു വേണ്ട, മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് കണ്ടായ ഒരു സംതൃപ്തി, അപ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് കണ്ടായ ഒരു പ്രത്യേക ഒരു സംതൃപ്തി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമുക്ക് ഇതാണ് ദൈവത്തിൻ്റെ അത് ഞാനത് കൊടുത്തത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ അല്ല, ഞാനത് കൊടുത്തു. അപ്പോൾ ആവശ്യക്കാർ ദൈവത്തിൻ്റെ ആ പ്രത്യേക കൃപ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരൊക്കെ ആ സമയത്ത് അവിടെ എത്തിച്ചേരും. ദൈവം ഒരുക്കുന്ന വഴികളാണ് എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. ഇത് ഞാൻ തന്നെയല്ല, നിങ്ങൾ പലരും ഇതുപോലൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യർ നമുക്കറിയാം. ഇവിടെ നമുക്ക് നോക്കുമല്ലോ, ഇവിടെ നമുക്ക് തെറ്റുപറ്റി, നമുക്ക് പോരായ്മകൾ വന്നു. നമുക്ക് ദൈവത്തിൻ്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും അവൻ്റെ വഴികളെയും നമുക്ക് എങ്ങനെയാണ് അവൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? എന്തുകൊണ്ടാണെന്ന് നമ്മുടെ പോരായ്മകളും ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളും ഈ 10 കന്യകമാരുടെ സംഭവങ്ങൾ അറിയിച്ചിരിക്കുന്നത് ദൈവം അവരെ വാഴ്ത്തി അനുഗ്രഹിച്ച് അവർക്ക് പ്രവേശനം കൊടുത്ത്. അത് മാത്രമല്ല, നമുക്കൊരു പാഠമാണത്. നമ്മുടെ ജീവിതത്തെ തിരുത്താൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരു തിരുത്തി നമ്മൾ കർത്താവിന് പ്രിയമുള്ളവരായി ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ ചൂണ്ടുപലകമാണ് ഇതെല്ലാം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് രൂപാന്തരപ്പെടുന്നത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി ഞാൻ വെറുക്കപ്പെട്ടവനായി, ത്യജിക്കപ്പെട്ടവനായി, തള്ളപ്പെട്ടവനായി. കർത്താവ് അങ്ങനെ നമ്മളെ തള്ളിക്കളയുന്നവനല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ ചതഞ്ഞ ഓട ഞാൻ എറിഞ്ഞു കളയില്ല, പുകയുന്ന തിരി ഞാൻ കെടുത്തിക്കളയില്ല എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കൊക്കെ ഒരു പ്രത്യാശയുണ്ട്, ഒരു പ്രതീക്ഷ നമുക്കത്. ഇതുപോലുള്ള സംഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് ആ സംഭവം എടുത്ത് നോക്കാം. 10 കന്യകമാരുടെ സംഭവം. ഈ 5 കന്യകമാരുടെ പ്രത്യേകത എന്താണ്? ഈ 5 കന്യകമാർ അവർ ആരെ സ്വീകരിക്കാനാണ് അവർ പോയത്? തൻ്റെ മണവാളനെ സ്വീകരിക്കാനാണ് അവർ പോയത്. മണവാളനെ സ്വീകരിക്കാൻ അവർ പോകുമ്പോൾ മണവാളനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. വ്യക്തമായൊരു അറിവ് നമുക്ക്. ഇപ്പം മണവാളൻ എന്ന് കർത്താവ് പറയുന്നത് ആണും പെണ്ണുമാണ്. ദൈവത്തിൻ്റെ സഭയായ മണവാട്ടി അല്ലെങ്കിൽ ബ്രൈഡ് എന്നാണ് പറയുന്നത്. അവിടെ നമ്മളെല്ലാം ആണ് പെണ്ണും എല്ലാം മണവാട്ടിയാണ്, ബ്രൈഡാണ്. കർത്താവാണ് നമ്മുടെ മണവാളൻ, അവൻ്റെ മണവാട്ടിയാണ് നമ്മൾ. അപ്പോൾ കർത്താവിന് വേണ്ടി ഒരുക്കുന്നത് നമുക്ക് അവനെക്കുറിച്ചൊരു ഞാൻ നിങ്ങളോട് ഭർത്താവിനെ പറയാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ഭർത്താവിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കാര്യം നമ്മൾ കർത്താവിൻ്റെ ബ്രൈഡാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഭർത്താവ് ഭാര്യയോട് പറയുവാണ്, നീ 5 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ഓഫീസ് കഴിയുമ്പോൾ ഞാൻ 5 മണിയാകുമ്പോൾ എൻ്റെ ഓഫീസിനടുത്തുള്ള ആ പ്രത്യേക റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ആ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ആ വെയിറ്റിംഗ് റൂമിൽ നീ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ആ സമയത്ത് അവിടെ എത്തിച്ചേരാമെന്ന് പറയും. എത്തിച്ചേരാമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഭർത്താവിനോട് സ്നേഹവും വാത്സല്യവും കർത്താവിനോട് കരുതലുമുള്ള ആ ഭാര്യയാണെങ്കിൽ തോന്നുന്നവരെ 4:30 വരെ ഈ സെല്ലും നോക്കിക്കൊണ്ട് ടിവിയും കൊണ്ട് ഇരിക്കുമല്ലോ. അവിടെ ഒരു 3 മണിയാകുമ്പോഴേ പോകാനുള്ള അവൾ ഒരുപ്പെടും. ഏത് സാരിയാണ് എടുക്കേണ്ടത്, ഏത് പൊട്ടാണ് കൊടുത്ത്, ഭർത്താവിന് ഇഷ്ടമുള്ള എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം അവൾ ഒരുക്കി കൊടുത്ത് ആ സമയമാകുന്ന സമയത്ത് അവിടെ എത്തേണ്ട 5 മണിക്ക് ഒരു 10 മിനിറ്റിന് മുമ്പേ അവിടെ എത്തി ഒരുങ്ങിയിരിക്കും. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ ഭർത്താവിനോട് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള അറിവാണ്. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു, അവൻ്റെ സ്നേഹത്തിന് ഞാൻ വില കൊടുക്കുന്നു, അവൻ്റെ വാക്കിന് വില കൊടുക്കുന്നു എന്നുള്ള അതുകൊണ്ടല്ലേ നിങ്ങൾ ഒരുങ്ങിയ സമയത്തിന് അവിടെ ചെന്നത്. അതുപോലെ തന്നെയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ കർത്താവിനെക്കുറിച്ച് നമ്മൾ അറിയണം. കർത്താവിനെ എങ്ങനെയാണ് അറിയുന്നത് അതുപോലെ തന്നെ ആ സ്നേഹം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ. അവൻ്റെ സ്നേഹം
ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറഞ്ഞ് സ്വന്തം പുത്രനെ മാനിക്കാതെ നമുക്ക് തന്ന കർത്താവ്. പിതാവായ ദൈവം ആര് തരും സ്വന്തം പുത്രനെ നമുക്ക്? ആ സ്വന്തം പുത്രനെ നമ്മുടെ ബലിവസ്തുവായിട്ട് തന്നു. പഴയ നിയമകാലത്ത് പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് ബലിവസ്തുവിനെയൊക്കെ ഈ പശുവിനെയും ആടിനെയും കാളയും പോത്തിനെയൊക്കെ അവർ ബലിവസ്തുവായിട്ട് യാഗം കഴിക്കും തങ്ങളുടെ പാപങ്ങൾ. അതേ സ്ഥാനമാണ് കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിവസ്തുവായിട്ട് കർത്താവ് ഇപ്പോൾ ലോകത്തിലേക്ക് വന്നത്. അപ്പം നമുക്ക് വേണ്ടി എല്ലാം തന്ന കർത്താവ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കർത്താവിന് കൊടുക്കണ്ടേ? കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി അറിവിന് വേണ്ടി നമ്മൾക്ക് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ അറിയുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കെന്നും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: He who comes to God must understand He is, and He is a rewarder those who diligently seek Him. ഡിലിജൻ്റ്ലി എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിലിജൻ്റ്ലി സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെടുക, പ്രയാസപ്പെടുക. കാരണം നമ്മുടെ എക്സാമിനേഷൻ ടൈമാണ്. നമുക്ക് അടുത്ത ആഴ്ച എക്സാമിനേഷൻ തുടങ്ങും. അത് ഈ ആഴ്ച 2-3 ദിവസം കഴിഞ്ഞ് എക്സാമിനേഷൻ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ തുടങ്ങുക. നമ്മൾ 7 മണി വരെ കിടന്നുറങ്ങും? ഒരിക്കലും ആരും ഉറങ്ങത്തില്ല. അവൻ 5 മണിയാകുമ്പോഴേ എഴുന്നേറ്റ് പഠിക്കും. കാര്യം അതിനുവേണ്ടി കഷ്ടപ്പെടും, അവൻ പ്രയാസപ്പെടും, അതിനുവേണ്ടി അവൻ ഒരുങ്ങണം, എക്സാമിനേഷന് വേണ്ടി അവൻ തയ്യാറെടുക്കണം, അതിനുവേണ്ടി കഷ്ടപ്പെടും. നമ്മുടെ കർത്താവിനെ അങ്ങനെയാണ് നമ്മൾ തിരയേണ്ടതെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവദാസന്മാർ ഉപദേശം പറയുന്നിടത്ത് അവർ പറഞ്ഞു പ്രഭാതത്തിൽ എഴുന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് എന്തിനാണ് ദൈവദാസന്മാർക്ക് പ്രഭാതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? പ്രഭാതത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രഭാതത്തിന് വളരെ പ്രത്യേകതയുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപാടുകളും റെവലേഷനും കൊടുത്ത സമയമാണത്. അത് നമുക്കറിയ സംഭവം അറിയാമല്ലോ. കർത്താവ് തിബറിയസ് കടക്കരയിൽ വെച്ച് ഒരു 5 അപ്പം കൊണ്ട് 5000 പേരെയും 5000 പുരുഷന്മാരെ 5 അപ്പം കൊണ്ട് 5000 പേരെ 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ട് 5000 പേരെ പോറ്റി പുലർത്തിയ ഒരു സംഭവം നമുക്കറിയാമല്ലോ. അതിനുശേഷം 5000 എന്ന് പറഞ്ഞാൽ 5000 പുരുഷന്മാരാണ്. ആ സംഭവം കടന്നതിന് ശേഷം കർത്താവ് എന്ത് ചെയ്തു? ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കാൻ കയറി. ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഒലിവുമലയിലേക്ക് കടന്നുപോയി. ശിഷ്യന്മാർ കർത്താവിനെ കൂടാതെ തിബരിയസ് കടൽ കടന്ന് ഗന്നേസരത്ത് എന്ന സ്ഥലത്തേക്ക് പോകാൻ ആ ശിഷ്യന്മാർ പോയി. കർത്താവിനെ കൂടാതെ ശിഷ്യന്മാരും പോയി. ആളുകൾ വന്ന് എല്ലാം വിജനമായി. കർത്താവ് ഒലിവുമലയെ പ്രാർത്ഥിക്കാൻ പോയി. ശിഷ്യന്മാർ വള്ളത്തിലൂടെ തിബരിയസ് കടലിലൂടെ ഗന്നേസരത്ത് ആ സ്ഥലത്തേക്ക് യാത്രയായി. അവർ യാത്രയായി. ഇതെപ്പോഴാണ്? 6 മണി സന്ധ്യയ്ക്ക് ഒരു 6 മണി കഴിഞ്ഞു. കാര്യം രാത്രിയുടെ 1-ാം യാമം. 1-ാം യാമം എന്ന് പറയുന്നത് 6 മണി മുതൽ 9 മണി വരെ. 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം. 9 മണി മുതൽ 12 വരെ 2-ാം യാമം. 12 മണി മുതൽ 3 വരെ 3-ാം യാമം. 3 മണി മുതൽ 4 വരെ 4-ാം യാമം. ഈ 4-ാം യാമത്തിനെക്കുറിച്ചാണ് ഈ പ്രഭാതം 3 മുതൽ 6 വരെ ഈ 4-ാം യാമത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് ഒലിമലയിൽ ഇരുന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. കർത്താവിന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. കാര്യം എന്താ? ഇവിടെ തൻ്റെ ശിഷ്യന്മാർ കഷ്ടപ്പെടുകയാണ്. തിരകളും സമുദ്രം ഇളകി മറിഞ്ഞ് തിരകളിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് അവരെ നോക്കിക്കൊണ്ടിരിക്കുക. കാര്യം ഇവരെന്നെ വിളിക്കുന്നോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി കർത്താവ് രാത്രിയുടെ 1-ാം യാമം മുതൽ രാത്രിയുടെ 4-ാം യാമം വരെ കർത്താവ് വെയിറ്റ് ചെയ്ത് ഇവരെന്നെ വിളിക്കുമോ എന്നറിയാൻ വേണ്ടി. അവർ വിളിച്ചില്ല. അവർ വിളിക്കാതിരുന്ന കാര്യം കർത്താവ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ? കർത്താവ് ഇവിടെ വന്ന് ഒരു രോഗികളെ സൗഖ്യമാക്കും, കണ്ടുപൊട്ടലെ സൗഖ്യമാക്കും, പുരുഷരോഗികളെ സൗഖ്യമാക്കും, പലവിധ രോഗമുള്ളവരെല്ലാം കൗത്തുസഖ്യം അവരെല്ലാം സൗഖ്യമാക്കും. കർത്താവ് ഇവിടെ അതല്ലല്ലോ സംഭവം. ഇവിടെ കടൽ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. കടലാണ് ഇവിടെ ഇളകി മറിഞ്ഞിരിക്കുന്നത്. അവിടെ വന്ന് കർത്താവ് എന്ത് ചെയ്യാനാണ്? ഈ ഉദ്ദേശത്തിലാണ് കർത്താവിനെ അവർ വിളിക്കാതിരുന്നത്. കർത്താവ് വിളിക്കുമോ എന്നത് അവസാനം 4-ാം യാമത്തിൻ്റെ അവസാന പീരീഡായിട്ടും അവർ വിളിക്കുന്നിരുന്നിട്ട് കർത്താവ് തന്നെത്താൻ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ അടുത്ത് അവർ പരിഭ്രമിച്ചു പോയി. ഇത് ഞാനാണെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ കർത്താവ് ആ പടകിൽ കയറിയിരുന്ന് കാറ്റിനെയും കടലിനെയും കർത്താവ്
ശാസിച്ച് സൗഖ്യമായി. അവിടെ ഒരു ശാന്തം, ദ എൻറ്റയർ ഓഷ്യൻ വാസ് ബിക്കം എ ബക്കറ്റ് ഓഫ് വാട്ടർ. അവർ അങ്ങനെ ശാന്തമായി കഴിഞ്ഞു. അവർ അത്ഭുതപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നതറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നത് അവർ അവനെ ആരാധിച്ചു. അവരവനെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. അത്രയും നാൾ വരെ കർത്താവിനെ അവർ ആരാധിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ നടക്കും അത്ഭുത പ്രവൃത്തികൾ കാണും, അത്ഭുത പ്രവൃത്തികൾ കാണും. കർത്താവിനെ അവരുടെ ഗുരുവായിട്ടും കർത്താവ് അവരുടെ ദൈവമായിട്ടും എല്ലാം കണിക്കുന്നു. പക്ഷേ ആരാധിച്ചു എന്നൊരു വധം അവിടെ വന്നിരിക്കുന്നത് ഈ ആ പ്രത്യേക സംഭവത്തിന് ശേഷമാണ് അവിടെ ദൈവത്തിൻ്റെ വന്നിരിക്കുന്നത്. അവർ അവനെ ആരാധിച്ചു. ഇവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഇവനാണ് ഞങ്ങളുടെ കർത്താവ്. ഇവൻ ഒരു രോഗങ്ങളെയും പൈശാചിക ബന്ധനങ്ങളെയും മോചിപ്പിക്കുന്ന ഒരു കർത്താവ് മാത്രമല്ല, സകല പ്രപഞ്ചത്തിൽ സകല ചരാചരങ്ങളെയും സകലനെയും നിയന്ത്രിക്കാനും സകലതിനെയും സകലം തൻ്റെ ശക്തിയുള്ള വചനത്താൽ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു കർത്താവാണ് ഞങ്ങളുടെ കർത്താവെന്ന് അവർക്ക് ബോധ്യമായി. അവർക്ക് ബലപ്പെട്ടു, ശക്തിപ്പെടുത്തു. അത് മാത്രമല്ല, അന്നത്തെ ഒരു ദിവസം അവർക്ക് കർത്താവിനെക്കുറിച്ചൊരു ഒരു പുതിയ റെവലേഷനും ഒരു പുതിയ മിസ്റ്ററി അവർക്ക് മനസ്സിലായി. ഈ കർത്താവാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഈ കർത്താവാണ് ഞങ്ങളുടെ കർത്താവ്. ഇതുപോലെ കർത്താവ് അവർക്ക് വേണ്ടി അവരെ ശക്തിപ്പെടുത്തിയ മറ്റൊരു ഉദാഹരണം കൂടെ ഉണ്ട്. അറിയില്ലേ, കർത്താവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ. താബോർ മലയിൽ കർത്താവ് ചെന്നതും അത്. എന്നിട്ട് കർത്താവ് അവരോട് പറയുന്നുണ്ടോ, ഈ സംഭവം നിങ്ങൾ ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. ഈ സംഭവം നിങ്ങൾ കർത്താവ് എന്നെക്കുറിച്ചുള്ള ഓരോരുത്തരും കർത്താവ് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ ഓരോ വ്യക്തിയും കർത്താവിനെ കണ്ടറിയണം. അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ നിങ്ങൾ കിട്ടും. അന്വേഷിക്കുന്നവന് മാത്രമാണ് കിട്ടുന്നത്. നമുക്ക് അന്വേഷണ ബോധമില്ലെങ്കിൽ നമ്മൾ കർത്താവ് ഇങ്ങനെ നമ്മൾ കർത്താവിനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നോ. അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കിലേക്ക് വരികയാണ്. കർത്താവിനെ അന്വേഷിക്കാൻ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമ്മൾ സമയം മെനക്കെടുത്തണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. അതിനുവേണ്ടി ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് കർത്താവിനെക്കുറിച്ചുള്ള അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ ഇത്രമാത്രം നമുക്ക് അതിനുവേണ്ടി നമ്മൾ ആകർഷിക്കാത്തത്. നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥന കഴിയുന്നു, എന്തെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗങ്ങൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയുടെ ഭാഗങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. എന്തെങ്കിലും ഇരിക്കുന്നത് ഒരു മാങ്ങാച്ചെടി ഒരു ചട്ടിക്കകത്ത് വെച്ച് വളർന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഫലം ഉണ്ടാകും? ആ മാങ്ങാച്ചെടിയെ എടുത്ത് അതിന് വിശാലമായ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് വെള്ളം കൊടുക്കുമ്പോൾ അത് ഫലപ്രദം. ഒരു പക്ഷേ മാങ്ങാച്ചെടി ഒന്നോ രണ്ടോ ചെടി സസ്യം നിൽക്കും, ഒരു ചെടി നിൽക്കും. കർത്താവ് അങ്ങനെയല്ല നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒരു മാങ്ങയല്ല നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, ഒരു മാങ്ങയുടെ ചെടിയാണ്. നീ ഭക്ഷിക്ക്, നിൻ്റെ കുടുംബവും ഭക്ഷിക്ക്, ഞാൻ മറ്റുള്ളവർക്ക് എല്ലാവരും കൊടുക്കുക. നമ്മൾ അങ്ങനെ ഒരു ആരാധിക്കുന്ന ഒരു രീതി നമ്മൾ മാറ്റണം. നമുക്ക് കർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ള റെവലേഷൻ വേണം, കർത്താവിനുള്ള മിസ്റ്ററി വേണം. ഓരോ ദിവസവും കർത്താവിൽ നമ്മൾ വളരണം. വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറഞ്ഞുകൊണ്ട് നമ്മൾ പാല് കുടിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മർമ്മങ്ങളും രഹസ്യങ്ങളും അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. പക്ഷേ നിങ്ങൾ പാല് കുടിക്കുന്ന അവസ്ഥയിലാണല്ലോ നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. എന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പാല് കുടിക്കുന്നവന് കട്ടിയായുള്ള ആഹാരത്തിന് ഭക്ഷിക്കാനുള്ള കട്ടിയായുള്ള ആഹാരം നന്മ തിന്മയുടെ തിരിച്ചറിയാൻ തിരക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളോട് കൂടിയ പ്രായം തികഞ്ഞവർക്ക് മാത്രമേ കഴിയൂ. പ്രായം തികഞ്ഞെന്ന് പറഞ്ഞ് വയസ്സിൻ്റെ പ്രായം എന്നല്ല മാത്രമല്ല പറയുന്നത്. നമുക്ക് വചനത്തിൽ അറിഞ്ഞ് അതിനുള്ള പക്വത നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മർമ്മങ്ങളും വെളിപാടുകളും നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് ഒരു തരത്തിൽ ഒരു ചുമതല പോലെ, ഒരു കർത്തവ്യം പോലെ സമയസമയത്ത് ഒരു പ്രാർത്ഥന കഴിക്കുന്ന രീതികളില്ല. നമ്മുടെ ഗവേഷണങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധ നിങ്ങളുടെ അന്വേഷണവും തിരച്ചിലും വേട്ടയും എല്ലാം നശിച്ചു പോകുന്നതിനെക്കുറിച്ചായിരിക്കരുത്. നശിച്ചു പോകുന്നതിനെക്കുറിച്ച് നിത്യമായ ജീവിതത്തിനെക്കുറിച്ചായിരിക്കണം നിങ്ങളുടെ അന്വേഷണവും തേടലും വേട്ടയും എല്ലാം അങ്ങനെയുള്ളതിനെക്കുറിച്ചായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതുമായി നമ്മൾ ഈ ലോകത്ത് സ്വസ്ഥതയുണ്ടോ, സമാധാനമുണ്ടോ? ഇപ്പോൾ തന്നെ അബോള വൈറസ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം തന്നിരിക്കുന്നതാണ്. അതിൻ്റെ പേരാണ് യുദ്ധശ്രുതികൾ. എവിടെ നോക്കിയാലും നമുക്ക് സന്തോഷമില്ല, സമാധാനമില്ല. എവിടെയാണ് നമ്മൾ എവിടേക്കാണ് നമ്മൾ നോക്കേണ്ടത്? ദൈവത്തിൽ ആശ്രയിക്കുന്നു.
ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മാത്രമേ ആ സന്തോഷവും നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമ്മളെ സഹായിക്കും അത് പറയാം. പക്ഷേ നാം അന്തരംഗത്തിൽ ശക്തിപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നിൻ്റെ അന്തരംഗത്തിൽ പുതിയൊരു ശക്തിയും പുതിയൊരു ചൈതന്യവും പുതിയൊരു ബലവും പുതിയൊരു പ്രത്യാശയും നിൻ്റെ ഹൃദയത്തിൽ വന്നു ചേരുന്നത് നിനക്ക് അനുഭവം ഉണ്ടാകുന്നത് ജീവിതത്തിൽ. ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ ചിലവഴിക്കുക, അത് കഴിയുമ്പോൾ 1 മണിക്കൂർ വിളിക്കുക. ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി സമയം കൂടുതൽ നിങ്ങൾ ചിലവഴിച്ച് നോക്കും. സമാധാനത്തിൻ്റെ ആ വഴിയിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങൾക്കൊരു ധൈര്യം, കർത്താവ് വന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തും. നിങ്ങളെ തന്നെ അവൻ രൂപാന്തരപ്പെടുത്തും, നിങ്ങളെ തന്നെ അവൻ ധൈര്യപ്പെടുത്തും. നമുക്കറിയാം, നമുക്ക് എമൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ വന്ന് കർത്താവ് ആദ്യം തന്നെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ കർത്താവിനെ പറയും ഇല്ല, വചനം പറഞ്ഞ് അവരെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി. അവിടെയാണ് എൻ്റെ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്കൊരു ശക്തിയും ബലവും ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങൾ വചനം പഠിക്കാത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം ദിവസവും പഠിക്കും. ആരെങ്കിലും എഴുതി വെച്ചൊരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ രീതികളോ അതല്ല. ദൈവത്തിൻ്റെ മക്കൾ രക്തം കൊടുത്ത് വാഴ്ന്നെടുത്ത് ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. ആ വചനം പഠിച്ച് ആ ശക്തിപ്പെടണം. ആ വചനത്തിലൂടെ പഠനം നമുക്കെല്ലാത്തിനും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മൾ ശക്തിപ്പെടുകയാണെങ്കിൽ. ആ വചനം ഇല്ലാത്തത് പോയതുകൊണ്ടാണ് ആ കന്യകമാർ തള്ളപ്പെട്ടത്. നമുക്കിനി തള്ളപ്പെടരുത്. ഇനി നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സത്യമായി അറിയുന്നില്ല എന്ന് ഇനി കർത്താവ് പറയരുത്. ഇനി കർത്താവ് പറയണം, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കയറി വരുവിൻ. ദൈവം നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആ സഭയിലേക്ക്, ആ സുവിശേഷത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക എന്ന് കർത്താവ് നമ്മളെ വെൽക്കം ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എൻ്റെ മക്കളെ എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന് നടത്തപ്പെട്ട കർത്താവ് ഓരോ വ്യക്തികൾക്കും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തവനാണ്. എൻ്റെ കർത്താവ് തൻ്റെ സ്വന്തം ജീവനും തൻ്റെ ശരീരവും എനിക്ക് വേണ്ടി മുറിപ്പെട്ട് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു കർത്താവാണല്ലോ എനിക്ക് തന്നെ. ആ തകർക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരവും രക്തവും മാംസവുമാണല്ലോ കർത്താവെ ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത്. അത് കഴിച്ചിട്ട് ഞാൻ കർത്താവിനെ വിടുവിച്ചിട്ട് ഞാൻ കർത്താവിനെ ഇനി ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞാൻ മാറും എന്നൊരു ഉറച്ച തീരുമാനമെടുക്കുവാൻ നിൻ്റെ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിച്ച് വഴിക്ക് താഴെ നടത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.